Hello, good day all. Hope you all are staying safe and happy. Today, I'm going to talk about The End of Living and Beginning of Survival, written by Chief Seattle. So, let's discuss about the author. Okay? So, Chief Seattle was born in Washington. He was a Suquamish tribe leader with remarkable skills. He earned reputation at a young age as leader of the Native Americans and as a warrior, often defeating groups of tribal enemy riders. Noted orator in his native language, he had the ability to understand the white settlers' real intention for land grab, but pursued a path of accommodation with them. The city of Seattle is named after him. The Suquamish tribe honors Chief Seattle in the third week of August every year as Chief Seattle Days. അപ്പോൾ നമ്മുടെ ഓഥറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വാഷിങ്ടണിലാണ് ജനിച്ചത്. സുഖാമിഷ് ട്രൈബിൽ പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു സ്കിൽ, അതായത് ലീഡർഷിപ്പ് സ്കില്ലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അമേരിക്കൻ നേറ്റീവ് ലീഡർ എന്നുള്ള രീതി അദ്ദേഹം നല്ല റെപ്യൂട്ടേഷൻ അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വാരിയർ കൂടിയായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എനിമി റൈഡേഴ്സിനൊക്കെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം നല്ലൊരു ഒറേറ്ററായിരുന്നു. ഒറേറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഗുഡ് സ്പീക്കിംഗ് ക്വാളിറ്റി, നന്നായി സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് നേറ്റീവ് ലാംഗ്വേജിൽ അദ്ദേഹം നല്ലൊരു ഒറേറ്ററായിരുന്നു. ഈ ഹാഡ് അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൈറ്റ് സെറ്റിലേഴ്സ്. അപ്പോൾ വൈറ്റ് സെറ്റിലേഴ്സിൻ്റെ അവരുടെ പ്രധാന ഉദ്ദേശം ഭൂമി തട്ടിയെടുക്കലാണ് അദ്ദേഹത്തിന് അറിയുമെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, അവരോട് നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത്. അവരോട് സമാധാനത്തിൽ അവരുടെ കൂടെ ജീവിച്ചു പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ച നഗരത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഗോത്രവർഗ്ഗക്കാർ ഒരു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇയറിൽ തേർഡ് വീക്ക് ഓഫ് ആഗസ്റ്റിൽ അവർ ചീഫ് സിയാറ്റിൽ ഡേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഹോണർ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷവും ആഗസ്റ്റ് 3-ാമത്തെ വീക്കിൽ അവർ ചീഫ് സിയാറ്റിൽ ഡേ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഥറിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യങ്ങൾ. The speech given here was made to large gathering. A meeting with the Chief Seattle was called by the white governor, Isaac Ignan Stevens, to discuss surrender or sale of native land to white settlers. Chief Seattle spoke in the Leshtutsik language, and there exist many versions of the speech because of the difference in the translation. The end of living and the beginning of survival has been cited as a powerful, bittersweet plea for respect of Native Americans' rights and environment values. The speech achieved widespread fame due to its promotion in the environmental movement, as it lays stress on the independence and interconnections of the world of the living and the non-living. വളരെ ശക്തിയേറിയ നേറ്റീവ് അമേരിക്കക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രസംഗമാണിത്. അപ്പോൾ ഈ പ്രസംഗം ലോകത്തിലെ പലയിടത്തും വളരെ പ്രസിദ്ധി നേടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്, ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ മനുഷ്യനും അതുപോലെ മറ്റുള്ള മൃഗങ്ങളും എന്താണ്, അവരെല്ലാം കൂടി യോജിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, ഭൂമി വാങ്ങുക വിൽക്കുക എന്നതും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുക, അതൊന്നും നേറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരത്രത്തോളം അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരത്രത്തോളം അറ്റാച്ച്ഡ് ആണ്, അവർ എൻവയൺമെൻറ്റിനോട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ് നേറ്റീവ് അമേരിക്കൻസ്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, ഭൂമി മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്, അതുപോലെയാണ് പരിസ്ഥിതിയും എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ചീഫ് സിയാറ്റിൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. നമുക്ക് ചാപ്റ്ററിൽ എന്താ പറയുന്നത് നോക്കാം. How can you buy and sell the land and the sky? The idea is strange to us because we humans are not the owners of the sky and the land. If we don't own the freshness of the air and the sparkle of the water, how can you buy them? He says simple pleasure of the nature are precious to them. They treat rain, wind and the land as living beings, but white man has neither sense nor sensibility to feel the pulse of nature. Chief Seattle ironically adds that perhaps the problem is within himself and his people. They are uneducated, uncultured and uncivilized.
ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വൈറ്റ് സെറ്റിലേഴ്സിൻ്റെ ഗവർണറായ ഐസക് നിൽ സ്റ്റീവൻസ്, അദ്ദേഹവും നമ്മുടെ സിയാറ്റിലൊരു ഡിസ്കഷൻ വെച്ചു. എന്താണെന്ന് വെച്ചാൽ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ലാൻഡ് എന്താണ് വൈറ്റ് സെറ്റിലേഴ്സ് വാങ്ങാൻ റെഡിയാണ്, അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സജഷന് വേണ്ടി അദ്ദേഹം ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ അവരുടെ ലാൻഡ്, നേറ്റീവ് അമേരിക്കൻസിൻ്റെ ലാൻഡ് എന്താണ് വൈറ്റ് സെറ്റിലേഴ്സ് ചോദിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൗ ക്യാൻ യു ബൈ ആൻഡ് സെൽ ദ ലാൻഡ് ഓഫ് സ്കൈ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലാൻഡും സ്കൈയും മേടിക്കാൻ പറ്റുക? ഈ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ദ ഐഡിയ ഇസ് അബ്സല്യൂട്ട്ലി ഓർ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ടു us ബിക്കോസ് വി ഹ്യൂമൻസ് ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് ദ സ്കൈ ആൻഡ് ദ ലാൻഡ്. നമ്മൾ മനുഷ്യരല്ല ഈ സ്കൈൻ്റെയും ലാൻഡിൻ്റെയും ഓണേഴ്സ്. അപ്പോൾ ഈ ഓണേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളല്ല അതിന് ഓണേഴ്സ്. പിന്നെ എങ്ങനെയാണ് നമ്മളത് വിൽക്കുക? ഐഡിയ, ഈ ഒരു കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പറയുന്നുണ്ട് എയറിൻ്റെ ഫ്രഷ്നെസ്സും അതുപോലെ വാട്ടറിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിൻ്റെ ആ ഫ്രഷ്നെസ് എല്ലാം എന്താണ്, അതൊന്നും ഒരു മനുഷ്യനും ഓൺ ചെയ്യുന്നൊന്നല്ല. ദെൻ ഹൗ ക്യാൻ യു ബൈ ദം, പിന്നെ എങ്ങനെ നിങ്ങൾക്കത് മേടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട് നേച്ചറിന് കിട്ടുന്ന ചെറിയ ചെറിയ പ്ലഷേഴ്സ് അതെല്ലാം നമ്മുടെ നേറ്റീവ് അമേരിക്കൻസിന് അതെല്ലാം ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ റെയിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, വിൻഡിനെ ട്രീറ്റ് ചെയ്യുന്നു, ലാൻഡിനെ അവർ ട്രീറ്റ് ചെയ്യുന്നു ആസ് ലിവിങ് തിങ്സ്, ഒരു ജീവനുള്ള വസ്തു എന്നുള്ള രീതിയിലാണ് അവരെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് വൈറ്റ് മെൻ ഹാസ് നൈദർ സെൻസ്. അപ്പോൾ വൈറ്റ് മെന്നിന് സെൻസോ സെൻസിബിലിറ്റി ഒന്നുമില്ല. അവർക്ക് എന്താണ് ഈ നേച്ചറിൻ്റെ പൾസ് അല്ലെങ്കിൽ ആ നേച്ചറിൻ്റെ ബ്യൂട്ടി അതൊന്നും ആസ്വദിക്കാനുള്ള ഒരു എന്താണ് മാനസികാവസ്ഥ അല്ല അവർക്ക്, അതിനുള്ള ഒരു സെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അതുപോലെ ഐറണിക്കലി അദ്ദേഹം പറയുന്നുണ്ട്. ഐറണി എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ കില്ലിങ് എ ട്രീയിൽ. ഓക്കെ, അപ്പോൾ അറിയാത്തവർ ആ വീഡിയോ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ചീഫ് സിയാറ്റിൽ ഐറണിക്കലി ആഡ്സ് എ പെർഹാപ്സ്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ആയിരിക്കും, കാരണം അവരാണ് അൺഎഡ്യൂക്കേറ്റഡ്. അതായത് നേറ്റീവ് അമേരിക്കൻസ് അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അൺകൾച്ചേർഡ് ആണ്, അൺസിവിലൈസ്ഡ് ആണ്. ചിലപ്പോൾ അവരുടെ മെൻറ്റാലിറ്റി, അവരുടെ ചിന്താഗതിൻ്റെ പ്രശ്നമായിരിക്കും ഇതൊക്കെയെന്ന് അദ്ദേഹം ഐറണിക്കലി ആഡ് ചെയ്യുന്നുണ്ട്. He suggests that if they sell the land, the white men should remember that the land is sacred and inviolable. They should also teach their children the same. The chief warned white men to treat rivers and beasts as their own brothers, not being seen through a utilitarian perspective. Everything in nature is connected with each other. അപ്പോൾ ഇവർക്കുള്ളൊരു താക്കീത് പോലെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചീഫ് സിയാറ്റിൽ പറയുന്നത് ഹി സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് സെൽ. അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഈ ലാൻഡ് വിൽക്കുകയാണെങ്കിൽ വൈറ്റ് മെൻ ഷുഡ് റിമെമ്പർ, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. വൈറ്റ് മെൻ, വെള്ളക്കാരായ നിങ്ങൾ ഒരു കാര്യം എന്താണ് നിങ്ങൾ ഓർക്കണം അല്ലെങ്കിൽ ചിന്തിക്കണം. ഈ ലാൻഡ് ഞങ്ങൾക്ക് അത്രത്തോളം എന്താണ് സീക്രഡ് ആണ്, അതുപോലെ അവർ നന്നായിട്ട് നോക്കുന്ന ഒരു ലാൻഡാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ലാൻഡിനെ നോക്കിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നോക്കണം. അതുപോലെ എന്താണ് നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം. എന്ത് ഈ ഒരു സെയിം കാര്യം തന്നെ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം. ഈ ലാൻഡ് അത്രത്തോളം സീക്രഡ് ആണ് നിങ്ങൾ പഠിപ്പിക്കണം. ദ സിയാറ്റിൽ വാണ്ട് വൈറ്റ് മെൻ ട്രീറ്റ് റിവേഴ്സ്, അതുപോലെ തന്നെ റിവേഴ്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ ആനിമൽസ്, അതെല്ലാം നിങ്ങളുടെ ബ്രദേഴ്സിനെ നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അതുപോലെ പറയുന്നുണ്ടല്ലേ യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. അത് ഉപയോഗ വസ്തു എന്നുള്ള രീതിയിൽ മാത്രം കാണാതെ അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എവറിത്തിങ് നേച്ചർ ഇസ് കണക്ട് വിത്ത് ഈച്ച് അതർ. നേച്ചർ അതായത് ഇവിടുത്തെ നമ്മുടെ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം എന്താണ് കൂടിച്ചേർന്നല്ലേ അത്രത്തോളം കണക്റ്റഡ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗവൺമെന്റ് ആസ്ക് മച്ച് ഓഫ് us, they offer us another place to live in. But it is tough for us to live here where our ancestors are buried. Shining water is the blood of our ancestors. We are a part of the earth and it is part of us. The flowers are our sisters, the deer, the horse, a great eagle and rivers, these are our brothers. Red men consider river, forest, etc. siblings, whereas white men ruthlessly exploit them. Earth for white men is like an enemy, he subdued and conquered. There is no quiet place in the white man's cities. All things are precious to red man. White men do not care their father's grave. He treats his mother, the earth, and his brother, the sky, as though to be brought, plundered, sold like sheep or bright beasts. White man does not notice the air he breathes, and he pollutes the air. But for the red man, the air shares spirit with all the life it's uphold. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് വേറൊരു പ്ലേസ് അവർക്ക് എന്താണ് അവർക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ടി വേറൊരു പ്ലേസ് അവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ഈ ഒരു സ്ഥലം വിട്ടു പോവുക, ആൻസിസ്റ്റേഴ്സിനൊക്കെ ബറി ചെയ്ത് അവരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു ലാൻഡ് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ് ഫോർ ദം. ഓക്കെ, അതുപോലെ പറയുന്നത് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വാട്ടറിൽ എല്ലാം എന്തുണ്ട്, അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലഡ് ഉണ്ട്, അതായത് അവരുടെ ഒരു കഠിനാധ്വാനം ഉണ്ട് എന്നുള്ളത് പറയുന്നത്.
ആൻഡ് അതുപോലെ പറയുന്നത് എർത്ത് എന്ന് പറയുന്നത് ഇവരുടെ പാർട്ടാണ്. ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് വി ആർ പാർട്ട് ഓഫ് ദ എർത്ത്. എർത്ത് ഞങ്ങളുടെ ഭാഗമാണ്. അതുപോലെ എന്താണ്, ഞങ്ങൾ എർത്തിൻ്റെയും ഭാഗമാണ്. അതുപോലെ ഫ്ലവേഴ്സ് ഇവിടെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഡീസ്, ഹോസ്, അതുപോലെ മറ്റുള്ള ഈഗിൾ, റിവേഴ്സ്, അതെല്ലാം എന്താണ്, ഞങ്ങളുടെ ബ്രദേഴ്സ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ പറയുന്നത് റെഡ് മാൻ കൺസിഡർ റിവർ, ഫോറസ്റ്റ് എക്സെട്ര ആസ് എ സിബ്ലിങ്സ്. അവരുടെ സിബ്ലിങ്സിന്റെ പോലെയാണ് റിവറിനെയും ഫോറസ്റ്റിനെയൊക്കെ നോക്കുന്നത്. പക്ഷേ വൈറ്റ് മാനിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ അവർ എന്താണ് ഓരോ ലാൻഡും അവർ എന്ത് ചെയ്തു, അവർ കോങ്കർ ചെയ്തു പോകും, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ഓക്കെ, ദർ ഇസ് നോ ക്വൈറ്റ് പ്ലേസ് ഇൻ ദ വൈറ്റ് മാൻ സിറ്റീസ്. ഒരു സമാധാനപരമായ സിറ്റി അല്ലെങ്കിൽ ഒരു സമാധാനപരമായ ഒരു സ്ഥലം വൈറ്റ് മാനെ സംബന്ധിച്ചിട്ട് അവരുടെ നാട്ടിലില്ല. അവർക്ക് അങ്ങനെ ഒരു സ്ഥലമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഓൾ തിങ്സ് ആർ പ്രീഷ്യസ് ടു റെഡ് മാൻ. റെഡ് മാനെ സംബന്ധിച്ചോളം അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് അവർക്ക് അത്രത്തോളം പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വൈറ്റ് മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാദറിന്റെ ഗ്രേവിനൊന്നും അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരുടെ മക്കളെ എവിടെ ജനിച്ചത്, അവരെവിടെ ജനിച്ചത്, ആ ഒരു സ്ഥലമൊന്നും അവർക്ക് അത്രത്തോളം ഒന്നും ഒരു അഫെക്ഷൻ അവർക്കില്ല. അവർ ഓരോ സ്ഥലങ്ങളും അവർ കോങ്കർ ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, പക്ഷേ ഇവർ ഈ റെഡ് മാൻ അല്ലെങ്കിൽ എന്താണ് നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവർക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരു അഫെക്ഷൻ ഉള്ള ആളുകളാണ്. വൈറ്റ് മാനെ സംബന്ധിച്ചോളം എന്താണ് അവരുടെ മക്കളിൽ നിന്ന് പോലും എന്താണ് ഭൂമി തട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ അവൻ്റെ അമ്മയായ ഭൂമിയെയും അവൻ്റെ സഹോദരങ്ങളായ ആകാശത്തെയും അവൻ വെറും കച്ചവട ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. വെറും കച്ചവട ചരക്കുകളായിട്ട് മാത്രമാണ് കാണുന്നത്. അതിനോടൊന്നും അവരുടെ അഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വൈറ്റ് മാൻ ചിന്തിക്കുന്നില്ല, അവൻ ശ്വസിക്കുന്ന ആ വായു തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, പൊള്യൂട്ട് ചെയ്യുന്നത് അവന് ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ റെഡ് മാൻ അല്ലെങ്കിൽ നേറ്റീവ് പീപ്പിളിനെ സംബന്ധിച്ചോളം എന്താണ് അവന് ആ ഒരു ശ്വസിക്കുന്ന വായു ഒരുപാട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവൻ്റെ അച്ഛനച്ഛന്മാരായിട്ട് തലമുറകളായിട്ട് ശ്വസിക്കുന്ന വായു തന്നെയാണ് ഇത്. അപ്പോൾ അവൻ്റെ അച്ഛൻ ജനിച്ചപ്പോൾ ശ്വസിച്ച വായു തന്നെയാണ് അവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ശ്വസിച്ചത്. അപ്പോൾ ആ വായു തന്നെയാണ് അവനും ശ്വസിക്കുന്നത്. അപ്പോൾ ആ വായുവിനോട് പോലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അത്രത്തോളം പ്രഷ്യസ് ആണ്. അവന് അത്രത്തോളം എന്താണ് ഒരു അത്രത്തോളം സീക്രട്ട് ആയ ഒന്നാണ് നമ്മുടെ നേറ്റീവ് അമേരിക്കൻസിന്. Seattle put some conditions upon the white settler that the white settlers must treat the beasts of his land as their brothers and teach their children that the land is sacred. What is man without these beasts? If all the beasts are gone, man would die from a great loneliness of spirit. For whatever happens to beast soon happens to man. All things are connected. We may be brothers after all. We know one thing. With the white settlers may one day discover our God is the same God. Harmed earth means to heap contempt on its creator. The white too shall pass, contaminate your bird, and you will one night suffocate in your own waste. We do not understand why all the buffaloes should be killed, the wild horses, dead forest filled with man, and views of the hills spoiled by different kinds of wires. Then there will be no thickets and no eagle. That is the end of living and the beginning of survival. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞാണ് എന്ത്, വൈറ്റ് സെറ്റിലേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ലാൻഡ് നിങ്ങൾ ബ്രദറിനെ പോലെ കരുതണം, നിങ്ങളുടെ മക്കളെയും ഇത് തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് മാൻ വിതൗട്ട് ദീസ് ബീസ്റ്റ്. അപ്പോൾ ഈ മൃഗങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ സർവൈവ് ചെയ്യുക? അങ്ങനെ ഈ ബീസ്റ്റ് എല്ലാം പോയാൽ മാനിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ലോൺലിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബീസ്റ്റിന് എന്ത് സംഭവിച്ചു അത് തന്നെ നമുക്ക് എന്താണ് താമസിയാതെ നമുക്കും തന്നെ ഉണ്ടാകുന്നതാണ്. എല്ലാ തിങ്സും എന്താണ് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാത്തിനും പുറമെ നമ്മൾ എന്താണ്, നമ്മൾ ബ്രദേഴ്സാണ്, നമ്മൾ സഹോദരന്മാരാണ്. ഓക്കെ, അപ്പോൾ വെള്ളക്കാർ അല്ലെങ്കിൽ വൈറ്റ് സെറ്റിലേഴ്സ് ഒരു ദിവസം മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ദൈവവും അവരുടെ ദൈവവും ഒന്ന് തന്നെ അവർ മനസ്സിലാക്കും. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭൂമി സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈശ്വരനെ സ്വന്തമാക്കാൻ പറ്റി എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ എന്താണ് നിങ്ങൾക്ക് അതിന് കഴിയുകയില്ല. അപ്പോൾ മനുഷ്യരെല്ലാം ഒന്നാണ്. ദൈവത്തിൻ്റെ കൺസെപ്റ്റിൽ മനുഷ്യരെല്ലാം ഒരേപോലെയാണ്. എല്ലാവരോടും ദൈവത്തിന് ഒരേ സഹാനുഭൂതിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഭൂമി ഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മൂല്യമേറിയ ഒന്നാണ്. ഭൂമിക്ക് വിനാശം വരുത്തുക എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിന്റെ സൃഷ്ടാവായ ദൈവത്തിന് നേരെ നീ എന്ത് ചെയ്യുന്നത്, ആജ്ഞ ചൊരിയുക എന്നാണ്. അപ്പം എന്നാൽ എന്താണ് വെള്ളക്കാരനും മരണം സംഭവിക്കുന്ന പറയാം. അതായത് നീ ഇതിൽ പറയുന്നുണ്ട് അല്ലേ, കണ്ടാമിനേറ്റ് യുവർ ബേർഡ് ആൻഡ് യു വിൽ വൺ നൈറ്റ് സഫിക്കേറ്റ്. നീ നിന്റെ ബേർഡ് അതായത് നിന്റെ ലാൻഡ് നീ കണ്ടാമിനേറ്റ് ചെയ്താൽ എന്താണ്, യു വിൽ വൺ നൈറ്റ് സഫിക്കേറ്റ്. നീ ഒരു
രാത്രിയെങ്കിലും അല്ലെങ്കിൽ നീ എന്താണ് നിൻ്റെ പ്രവൃത്തി കാരണം നീ എന്താണ് നിൻ്റെ ലാൻഡിൽ നീ തന്നെ ശ്വാസം മുട്ടുന്നൊരവസ്ഥ നിനക്ക് വരും എന്നുള്ളത് അദ്ദേഹം ഇതിൽ തുറന്നടിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് എല്ലാ ബഫലോസിനെയും കില്ല് ചെയ്യുന്നത്, എല്ലാ വൈൽഡ് ഹോഴ്സസിനെയും കൺട്രോൾ ചെയ്യുന്നത്, ഫോറസ്റ്റ് ഇല്ലാതാക്കിയിട്ട് ഓരോ ഹിൽസും എല്ലാ കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്തിട്ട് എന്തിനാണ് ഓരോ കെട്ടിടങ്ങൾ പണിയുന്നതും അതുപോലെ തന്നെ കമ്പികൾ വെച്ച് എന്താണ് പല കെട്ടിടങ്ങളും അതുപോലെ പല ഓരോ ഇൻഡസ്ട്രീസും അതുപോലെ ഫാക്ടറീസും ഒക്കെ എന്തിനാണ് പണിയുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് എന്താണ് നമുക്ക് മനോഹരമായ പല കാഴ്ചകളും നഷ്ടമാവാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഫോറസ്റ്റിലുള്ള ഈഗിൾസും അതുപോലെ ഫോറസ്റ്റിലെ മരങ്ങളും ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഫോറസ്റ്റിൽ എന്താണ് നമ്മൾ മറിച്ച് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ അവസാനവും അതിജീവനത്തിൻ്റെ ആരംഭവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചീഫ് സിയാറ്റിൽ ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. Hope my video helped you to clear your doubts. If so, do subscribe to my channel and we will meet with another chapter. Till then, take care. Bye.